വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു പ്രോഡക്റ്റ് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ ഇടയ്ക്കൊരു പർച്ചേസ് ചെയ്തൊരു ബോഡി ഓയിൽ എന്നെക്കുറിച്ചാണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു ബോഡി ഓയിൽ ബ്രാൻഡിനെ കുറിച്ചേ ഉള്ളൂ സംസാരിക്കുന്നത്. അത് സോൾട്ടെയർ എന്നുള്ളൊരു ബ്രാൻഡിൻ്റെ ആണ്. ഞാൻ കുറച്ച് നാളായിട്ട് അത് മേടിക്കണം എന്ന് വെച്ചിരുന്ന ഒരു ബ്രാൻഡിൻ്റെ ബോഡി ഓയിലാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബ്രാൻഡ് വന്ന് സോൾട്ടെയർ എന്നുള്ളൊരു ബ്രാൻഡിൻ്റെ ആണ് ബോഡി ഓയിൽ. ഇതൊരു ക്രിസ്മസ് എനിക്കൊന്ന് ഗിഫ്റ്റിൻ്റെ ഒരു കളക്ഷൻ്റെ ഒരു ഭാഗമായിട്ടായിരുന്നു 3 വേരിയൻറ്റും ഒരുമിച്ച് വരുന്നത്. നല്ല ഭംഗിയുള്ള പാക്കേജിങ് ആണ് ഇത് കാണാൻ. ഒരു പിങ്ക് റോസ് ഗോൾഡ് പാക്കേജിങ്. ഇതൊരു പൊട്ടിച്ച് നോക്കിയിട്ടില്ല, പിന്നെ ഇന്ന് പൊട്ടിച്ച് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഓരോ വേരിയൻറ്റും. ഇതൊരു ചെറിയൊരു ഇത് പിങ്ക് കളറും ഇതൊരു ഗോൾഡ്, ഇതൊരു റോസ് ഗോൾഡ് കളറിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് തുറന്ന് നോക്കാം. ഇത് വന്നിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു പിങ്ക് കളർ, പിങ്ക് റോസ് ഗോൾഡ് ഒരു പാക്കേജിങ്ങിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്, ഭയങ്കര തിളക്കമുണ്ട്. പിന്നെ ഇത് അൺബോക്സ് ചെയ്ത് കാണാം. എവറി ബോഡി ഈസ് വെൽക്കം ഹിയർ. എനിക്ക് തോന്നുന്നു ഈ ഒരു ബോഡി ഓയിൽ എല്ലാ സ്കിൻ ടോണിനും ചേരും, അത് കാരണം ആണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. നല്ലൊരു ഈസ്തറ്റിക് ആയിട്ടുള്ളൊരു പാക്കേജിങ് ആണ്. ഗിഫ്റ്റ് ഓപ്ഷനായിട്ട് ബെസ്റ്റാണിത്. ഇത് ട്രാവൽ സൈസും കൂടെയാണ്. അപ്പോൾ ഇത് 100 ml കൂടുതലല്ല, ഇതിന് താഴെയുള്ള 50 ml ഈച്ചുള്ളൊരു ബോഡി ഓയിലാണ്. കുറേ നാളായിട്ട് ഇത് മേടിക്കണം എന്ന് വെച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് അതിൻ്റെ ഒരു ഓഫറായിട്ടുള്ള കിട്ടുന്നത്. തുറക്കുമ്പോൾ ഇങ്ങനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാക്കേജിങ്ങിൻ്റെ അകത്താണ് ഓരോന്നിരിക്കുന്നത്. നല്ല ഷിമ്മറാണ് ഇതിന്. അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സമ്മറൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു ബെസ്റ്റ് ഓയിലായിരിക്കും. ഇതെന്ന് പറയുമ്പം സാന്റൽ ബ്ലൂം എന്നുള്ളൊരു വേരിയൻ്റാണ്. ഇത് വന്ന് പിങ്ക് ബീച്ച് എന്നുള്ളൊരു വേരിയൻ്റാണ്. ഇതെന്ന് പറയുമ്പം ഗോൾഡൻ അവർ എന്നുള്ളൊരു വേരിയൻ്റാണ്. അപ്പം നമുക്ക് ഓരോന്നും ഞാൻ ട്രൈ ചെയ്ത് കാണിക്കാം എങ്ങനെയൊക്കെ ഓരോന്നുണ്ടെന്ന്. ഓരോ മണം ഡിഫറെൻ്റ് ആണ്, അതിൻ്റെ ഷിമ്മറിൻ്റെ കളേഴ്സും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് ഞാൻ നോക്കാം. അതിനകത്ത് നമുക്ക് ഓരോന്നായിട്ട് റിവ്യൂ ചെയ്യാം. നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത്. എനിക്കൊന്നും എടുക്കാനായിട്ട് തോന്നുന്നില്ല, പക്ഷേ ഓരോന്നെടുത്ത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. ഇങ്ങനെയാണത്. ഒരു 50 ml ആകും. നമുക്ക് ചെറിയൊരു പൗച്ചിനകത്ത് എല്ലാം നമ്മൾ മേക്കപ്പ് ബാഗിൻ്റെ കൂടെ ക്യാരി ചെയ്യാൻ പറ്റിയതാണിത്. ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്ന ഇതാണ്. എനിക്കിതാണ് ഏറ്റവും കളറ് ചേരുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി ഇത് എടുത്ത് കാണിച്ചു തരാം. പാക്കേജ് നല്ല ഭംഗിയാണ് കാണാൻ. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് ഷിമ്മർ വന്ന് ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഇങ്ങനെ ഓടി ഓടി നടക്കുകയാണ് അതിനകത്ത്. അത്യാവശ്യം സൈസുണ്ട്. ഇതൊന്നും ഒത്തിരി നമ്മൾ ഇടാൻ പോകുന്നില്ല, നമ്മൾ കുറച്ചല്ലേ ഇടാൻ പോകുന്നുള്ളൂ. അപ്പം ഇത് അത്യാവശ്യം 50 ml എന്ന് പറയുമ്പോൾ നല്ല സൈസുണ്ട്. പിന്നെ എല്ലാ വേരിയൻറ്റും ട്രൈ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും. ഇതാണ് ഫസ്റ്റ് വേരിയൻറ്റ്, സാന്റൽ ബ്ലൂം ഷിമ്മറിങ് ബോഡി ഓയിൽ. ഇത് ഞാൻ ട്രൈ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇത് തുറക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇങ്ങനെ പമ്പായിട്ട് വരുന്ന. അപ്പോൾ ഞാൻ വെട്ടമില്ലാത്ത സ്ഥലത്ത് ഇട്ട് കാണിക്കാം ആദ്യം. നാച്ചുറൽ ആയിട്ടുള്ളൊരു ഷിമ്മറാണുള്ളത്. ഒത്തിരി അങ്ങോട്ട് സ്പാർക്ക്ലി ഒന്നുമല്ല, നമ്മൾ ദേഹത്തോട്ടൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല, അങ്ങനത്തെ ഷിമ്മറല്ല. നല്ല ഫൈൻ ഷിമ്മറാണ്. അതുകൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിന് മണം ഒരു സാന്റൽ അങ്ങനത്തെ ഒരു മണമാണ്. ഇനി അടുത്ത് ട്രൈ ചെയ്ത് കാണിച്ചു തരാം. ട്രൈ ചെയ്യാൻ പോകുന്ന ഈ പിങ്ക് ബീച്ചാണ്. പിങ്ക് കളർ ഷിമ്മറാണ് മൊത്തവും. ഭയങ്കര സ്പാർക്ക്ലിയാണ്. എനിക്ക് ഈ പാക്കേജിങ് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല മണമുണ്ട് ഫസ്റ്റ് ഒന്ന്. അപ്പോൾ ഇത് നമ്മൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതും തുറക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ പാക്കേജിങ് ഇട്ട് വരുന്നു. ഇനി ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് കുറച്ച് ഇവിടുന്ന് മാറി, മറ്റേത് ആദ്യം ഇട്ടത് അവിടെ ഉണ്ട്. ചെറുതായിട്ട് എടുത്തിട്ടുള്ളൂ. അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ ആദ്യത്തെ സാന്റൽ ബ്ലൂം ആയിരുന്നു. ഇവിടെ അപ്ലൈ ചെയ്തേക്കുന്നതാണ് അടുത്ത വേരിയൻറ്റ്, പിങ്ക് ബീച്ച് എന്ന് പറഞ്ഞാൽ ഒരു ബീച്ചി ഒരു ട്രോപ്പിക്കൽ വൈബാണ്. ചെറിയൊരു സ്വീറ്റ് കോക്കനട്ട് പ്രാലിൻ അങ്ങനത്തെ ഒരു മണമാണ്. ഇതെന്ന് പറയുമ്പോൾ ഒരു റോസ് ഗോൾഡ് ഷിമ്മറാണ്. ഇതൊരു ചെറിയൊരു പിങ്കിഷ് സിൽവർ ഷിമ്മറാണ്. പക്ഷെ എന്ന് പറഞ്ഞാൽ പിങ്ക് ആയിട്ടൊന്നും തോന്നുന്നില്ല.
നല്ല രീതിയിലുള്ള സ്പാർക്ലിംഗ് ആണ് എല്ലാം. ഇനി അടുത്ത് നെക്സ്റ്റ് ട്രൈ ചെയ്യാം നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഇത്ര നേരമായിട്ട് കണ്ടത്. നല്ല ഭംഗിയാണ് പാക്കേജിംഗ് ഒക്കെ. വെയിലത്തോട്ടൊക്കെ നിൽക്കുമ്പോൾ നല്ല ഷിമ്മറിങ് ആണ് ഇതെല്ലാം. ആദ്യത്തെ 2 വേരിയൻറ്റും സെക്കൻഡ് വൺ ഇത് വേറെ. ഭയങ്കര ഗ്ലോ ആണ് തരുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇത് എപ്പോഴെങ്കിലും മേടിക്കാൻ പറ്റുവാണെങ്കിൽ ഇത് എപ്പോഴും ട്രൈ ചെയ്യണം. ഇതൊക്കെയായിരുന്നു ഞാൻ ഇന്ന് കാണിച്ച പ്രോഡക്റ്റ്സ് വന്ന്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ 2 വേരിയൻ്റാണ്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ബീച്ചിലൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലൊരു മണമാണ് ഇത്. പക്ഷെ നമുക്ക് നൈറ്റ് ടൈം ഒക്കെ വെയർ ചെയ്യാം, ബോഡി ഓയിൽ എന്നുള്ള രീതിയിൽ. അപ്പം നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്കിത് മേടിക്കാൻ പറ്റുവാണെങ്കിൽ ട്രൈ ചെയ്യണം. അപ്പോൾ ഈ കമ്പനി ഇന്ത്യയിൽ ഇറങ്ങിയിട്ടില്ല, പക്ഷെ പുറത്തൊക്കെ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്കിത് ട്രൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രൈ ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാം. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബൈ.